സീറോ ഓവറിലേക്ക് വീണ്ടും. നെയ്യാറ്റിൻകര ഗോപന് കരളിനും വൃക്കയ്ക്കും ഗുരുതര രോഗങ്ങളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലയിലും നെറ്റിയിലും മുഖത്തും ചതവുകൾ ഉണ്ടെന്നാൽ ഇത് മരണകാരണമായിട്ടില്ല. മരണകാരണം വ്യക്തമാകണമെങ്കിൽ ആന്തരികാവയവ പരിശോധന ഫലം ലഭിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് അർബി സനൂപ് വിശദാംശങ്ങൾ നൽകും. സനൂപ്, നെയ്യാറ്റിൻകര ഗോപന്റെ മരണകാരണത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണമായ ഉള്ളടക്കം വന്നാൽ തന്നെയെങ്കിലും അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുമെന്ന് കരുതിയിരുന്നതാണ്. ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നു. എന്താണ് അതിനകത്തുള്ളത്? സൈഫുദ്ദീൻ, കഴിഞ്ഞ മാസം 16-ാം തീയതി നടന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഇതിൽ നെയ്യാറ്റിൻകര ഗോപന്റെ മുഖത്തും അതുപോലെ മൂക്കിലും തലയ്ക്ക് പിന്നിലും നെറ്റിയിലുമായിട്ട് ചതവുകളുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ മരണകാരണമല്ല. നെറ്റിയിലെ ചതവാണെങ്കിൽ അത് ആഴത്തിലുള്ള ചതവാണ്. പക്ഷേ ഇതൊന്നും മരണകാരണം ആയി പറയാൻ കഴിയില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതിനോടൊപ്പം തന്നെയാണ് ഈ ഗോപന് ഗുരുതരമായിട്ടുള്ള കരൾ വൃക്ക രോഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാരണം. അതുകൊണ്ട് രാസപരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാവൂ എന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം നെയ്യാറ്റിൻകര ഗോപന്റെ കുടുംബം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. സമാധി എന്നുള്ള വാക്ക് അവർ വീണ്ടും ആവർത്തിക്കുകയാണ്. അവരുടെ അച്ഛൻ്റേത്, ഭർത്താവിൻ്റേത് സമാധി എന്ന് തന്നെയാണ് പറയുന്നത്. ഈ മരിക്കുന്ന സമയത്തിന് മുമ്പ് വരെയും ശരീരത്തിൽ ഇത്തരം ചതവുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടിയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. എന്തായാലും രാസപരിശോധനാ ഫലം കൂടി പുറത്തു വന്ന ശേഷം മാത്രമേ ഈ മരണത്തിൽ ഒരു ദുരൂഹത ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ മരണം സ്വാഭാവികമായിരുന്നോ അസ്വാഭാവികമായ മരണമായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതിന് ഇനി കുറച്ച് നാൾ കൂടി കാത്തിരിക്കേണ്ടി വരും. നിലവിലിപ്പോൾ ഈ രാസപരിശോധനാ ഫലം കൂടി പുറത്തു വന്ന ശേഷം കാര്യമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോകാമെന്നാണ് നെയ്യാറ്റിൻകര പോലീസിന്റെയും തീരുമാനം. ഈ സ്ഥലം, ഈ നെയ്യാറ്റിൻകര ഗോപനെ അടക്കിയിട്ടുള്ള ഈ സ്ഥലം ഇതൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം കുടുംബത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉപജീവനത്തിന് വേണ്ടി ഉപയോഗിക്കില്ല എന്നാണ് അവരിപ്പോൾ ഈ പത്രസമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ഉപജീവനത്തിന് വേണ്ടി 2 പശുക്കളെ സുരേഷ് ഗോപി MP വാഗ്ദാനം ചെയ്തിട്ടുള്ളതായിട്ടും കുടുംബം അറിയിച്ചിട്ടുണ്ട്. സൈഫുദ്ദീൻ.